ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഭയങ്കരക്കാരൻ. ഞാനിന്നുള്ളത് നമ്മുടെ പരപ്പനങ്ങാടി ന്യൂക്കെട്ടിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 4 ദിവസത്തോളമായിട്ട് ഇവിടെ ഒരു കുട്ടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് കൊച്ചിയിൽ നിന്ന് നേവി സംഘം ഒക്കെ വരുന്നുണ്ട് ഇവിടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ തന്നെ ഈ മഴക്കാലത്ത് കുളത്തിലും പുഴയിലും മറ്റ് നദീതടങ്ങളിലൊക്കെ തന്നെ കുളിക്കാനും മറ്റും ഉല്ലാസങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് കൂടുതൽ നീന്തൽ അറിഞ്ഞിട്ടോ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിട്ടോ കാര്യമില്ല. എന്താ വെച്ചാൽ ഒഴുക്ക്, അതുപോലെ തന്നെ കാലിൻ്റെ മസിൽ കയറുന്ന വിഷയങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആ ഒരു അപകടത്തിൽ പെടുകയാണ് ഉണ്ടാവാറ്. അപ്പോൾ കൂടുതൽ അപകടങ്ങൾ ഈ വെള്ളത്തിലും മറ്റൊക്കെ പോയി മരണങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന പ്രകൃതി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നമ്മളൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ മരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ കുളിക്കുന്നത് ഉല്ലാസത്തിനൊക്കെ ആയിട്ട് വെള്ളക്കെട്ടിലൊക്കെ പോകുന്നവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കെന്താ വെച്ചാൽ ഈ അടിയൊഴുക്ക്, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വോയിസിലുള്ള വെള്ളക്കെട്ടുകളൊക്കെ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് അവിടെയൊക്കെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവിടുത്തെ പിന്നെ അതുപോലെ തന്നെ കുളത്തിലും മറ്റുള്ള ആളുകൾ ഈ രാത്രി കാലങ്ങളിലുള്ള കുളികളും മറ്റും കുളിക്കാൻ അയക്കാതെ ആ കുളത്തിന് ഒരു സമയം നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രയാസങ്ങൾ, അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ കുളിക്കാൻ സമ്മതിക്കാതെ അവിടെ എന്തെങ്കിലും പോസ്റ്ററുകളോ കാര്യങ്ങളൊക്കെ നിർദ്ദേശമായിട്ട് നൽകേണ്ടതുണ്ട്. എന്താ വെച്ചാൽ നമ്മളൊക്കെ തന്നെ ഞായറാഴ്ച കാലങ്ങളിലും ഈ ഉള്ള ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ ഓരോ റീൽസും മറ്റൊക്കെ കണ്ടുപോകുന്ന ആളുകളാണ്. പക്ഷേ കുളിക്കാൻ ഈ ഉല്ലാസങ്ങളും അതുപോലെ തന്നെ ഈ കുളത്തിലും മറ്റൊക്കെ പോകുന്ന ആരും നിർത്തൂല, അത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നതും മറ്റ് അപകട സാധ്യതയുള്ള മേഖലകളിൽ പോകാതെ നമ്മുടെ ജീവൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാവരും ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ എടുക്കുക. ഈ ഒരു ന്യൂക്കെട്ടിൽ പോയ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം.